രാവിലത്തെ ചായക്കടീൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ പോയി കുളിച്ചു കേട്ടോ. കാരണം ഉച്ചക്കത്തെ കാര്യം കൂടി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തീർന്നല്ലോ. അപ്പോൾ അതും കൂടെ രാവിലെ തന്നെ അങ്ങോട്ട് ചെയ്ത് വെക്കാൻ വെച്ചിട്ട് വേഗം ആദ്യം അരി ഇട്ടു. ഞാൻ കുക്കറിലിട്ടോ അരി വെക്കാറ്, ഗ്യാസ് വെറുതെ തീർക്കണ്ടല്ലോ. പിന്നെ മീനൊക്കെ മുറിച്ച് വെച്ചതിന് ശേഷമാട്ടോ ഞാൻ കുളിക്കാൻ പോയത്. എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് ഇനി ഉണ്ടാക്കിയാൽ മാത്രം മതി. നമ്മൾ ഇഞ്ചിയും ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ ചതച്ചാട്ടോ ഇടാറ്. അപ്പോൾ ഞാൻ അതൊക്കെ ചതച്ചിട്ടു. പിന്നെ നമ്മൾ സാധാ മഞ്ഞപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് മൂപ്പിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചു. അങ്ങനെ വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ മീനൊക്കെ ഇട്ടെടുത്തു. പിന്നെ കടയിൽ ഇപ്പോൾ പച്ചക്കറി വാങ്ങുമ്പോൾ ഇപ്പോൾ അവർക്ക് മാങ്ങ വേണമെന്ന് പറഞ്ഞാൽ വാശി പിടിച്ചപ്പോൾ ഒരു മാങ്ങ മേടിച്ചായിരുന്നു. അപ്പോൾ അത് ചെറുതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. അത് ചെറുതായിട്ട് പഴുത്തായിരുന്നു, പക്ഷേ നല്ല പുളി ഉണ്ടായിരുന്നു, മധുരമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചീര ഉണ്ടായിരുന്നു, ചീരത്തോര അതും അങ്ങോട്ട് അടുപ്പത്ത് വെച്ചു. പിന്നെ ചീരക്കുള്ള തേങ്ങ അരപ്പ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്ക് നമ്മൾ തേങ്ങ ശരിക്കൊട്ടിക്ക് നമ്മൾ മീൻകറി തെളിച്ചായിരുന്നു. അപ്പോൾ അതിൽ വെള്ളമൊക്കെ പറ്റിയപ്പോൾ കുറച്ച് വേപ്പിലയും പച്ചമുളക് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തു. അപ്പോൾ അത് സെറ്റായി. ഈ തേങ്ങയുടെ അകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ചെറിയുള്ളിയും കൂടി ചതച്ചിട്ട് ഇങ്ങനെ ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കും. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് കുറച്ച് നേരം വേവിച്ചെടുക്കണം. പിന്നെ നമ്മൾ മാന്ത വറക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ അരപ്പ് തേച്ച് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് വറക്കാൻ വെച്ചത്. പക്ഷെ നമ്മൾ ചെറിയ ചട്ടിയാണ്, കുറേ ഉണ്ട് മീൻ വറക്കാനും. പിന്നെ ചീരത്തോരം ഞാൻ വേറെ പാത്രത്തിലേക്കൊക്കെ മാറ്റിയിട്ട് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. എനിക്ക് തോന്നുന്നു ഇപ്പം ഞാനിപ്പോൾ കുറേ ആയിട്ട് അടുക്കളയൊക്കെ തന്നെയാണ് തോന്നുന്നു. ഫുഡ് ഉണ്ടാക്കുക അത് ഇത് ആ പരിപാടി മാത്രമേ എനിക്കുള്ളൂ, വേറൊരു കാര്യവും നടക്കുന്നില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് ഓറഞ്ചൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ജ്യൂസ് അടിച്ച് കുടിച്ചു. അവൾക്ക് ജ്യൂസ് വന്നപ്പോൾ അവൾക്ക് അടിച്ചു കൊടുത്താണ് ഉണ്ടാവും. ഒരാഴ്ച ഈ ഡ്രസ്സും കൊണ്ട് ഞാൻ തയ്ക്കാൻ വേണ്ടിയിരിക്കുന്നു, പക്ഷേ ഇതുവരെ ഏറ്റവും ഇങ്ങോട്ട് പണി പൂർത്തിയായിട്ടില്ല. പിന്നെ വിശന്നപ്പോൾ ഞാൻ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചീരത്തോരനും മീൻ കറിയും ഇന്നലത്തെ അവിയലും ഉണ്ടായിരുന്നു, മീൻ വറുത്തത് എല്ലാം കൂടെ കൂട്ടി ഒരു പിടി വായിൽ വെച്ചു. എൻ്റെ പൊന്നു, നമ്മളെ വീട്ടിലെ ഊണ് തന്നെയാണ്. എന്ത് ടേസ്റ്റ് ആണെന്ന് അറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.